പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ചില ബന്ധങ്ങൾ പൊട്ടിമുളയ്ക്കുന്നത് അങ്ങനെയാണ്, നമ്മൾ പോലും അറിയാതെ. കണ്ണിലെ റെറ്റീനയിലല്ല, മനസ്സിനുള്ളിൽ എവിടെയോ ഉള്ള റെറ്റീനയിൽ ദാ എന്ന് പറയുന്നതിന് മുമ്പ് ഒപ്പിയെടുത്തിട്ടുണ്ടാവും ആ രൂപം. നാം അറിയുന്നത് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും. മനസ്സ് ആ ചിത്രം മിന്നിച്ചും തെളിയിച്ചും നമ്മെ കാണിച്ച് ഭ്രമിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് സംഭവിക്കുന്നതെന്ന് നാം സ്വയം അറിയുന്നതിന് മുമ്പ് പ്രണയത്തിരവെന്ന് ആസകലം മൂടിയിട്ടുണ്ടാവും. കൃഷ്ണനുണ്ണിയുടെ മനസ്സ് ധനുമാസ നിലാവത്ത് അമ്പലക്കുളത്തിൽ വിടർന്നു നിൽക്കുന്ന ആമ്പൽ പൂവായി രാജി ആവാഹിച്ചു കഴിഞ്ഞിരുന്നു. കൃഷ്ണനുണ്ണി അതറിയുന്നുണ്ടായിരുന്നില്ല. വായിക്കാം. 3-ാം ഖണ്ഡം 5-ാം ഭാഗം 1-ാം അധ്യായം. മടുപ്പോടെ നോട്ട് പുസ്തകം ഒരു വശത്തേക്ക് നീക്കിവെച്ച് കസേരയിൽ അലസമായി ചാരിയിരുന്നു കൃഷ്ണനുണ്ണി. മുതുക് പിന്നോക്കം വളച്ച് കോട്ടുവായിട്ടു. ഉറക്കം വന്നു തുടങ്ങി. പക്ഷേ ജോലി കുറെ കൂടി ചെയ്ത് തീർക്കാനുണ്ട്. പ്രിയ നല്ല ഉറക്കം. നേരത്തെ ഉറങ്ങിയത്രേ. പിക്നിക്കിൻ്റെ ക്ഷീണമാവും. വൈകുന്നേരം വരെ തിമിർത്ത് കളിച്ചുവല്ലോ. വല്ല അസുഖവും വരാതിരുന്നാൽ മതി. അത്രയ്ക്ക് വെയിൽ കൊണ്ടിട്ടുണ്ട്. രാജിക്ക് തലവേദന. എന്തോ പറയാൻ ഭാവിച്ചുവല്ലോ. മറന്നതല്ല, മനഃപൂർവ്വം പറയാതിരുന്നതാണ്. സരസ്വതിയമ്മയുടെ പദ്ധതി കൊള്ളാം. ഓരോരുത്തരുടെയും മനസ്സിലിരിപ്പ് ആലോചിച്ചാൽ അത്ഭുതമാണ്. അല്ലെങ്കിൽ എന്തത്ഭുതം. സ്വാർത്ഥതയാണല്ലോ ഏറ്റവും വലിയ ശക്തി. അത് ഓരോരോ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നുവെന്ന് കരുതിയാൽ മതി. അശോകനും രാജിയും, രാജിയിലൂടെ സ്വത്ത്, ജിമ്മുമായിട്ട് അതിലല്പം വാസ്തവമില്ലേ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നാന്തരം കരു പെട്ടെന്ന് തന്നെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു സരസ്വതിയമ്മ. പക്ഷേ ഇത്തിരി തിടുക്കത്തിലായി പോയില്ലേ? ഇത്രയും ക്ഷമകേട് വേണ്ടിയിരുന്നുവോ? രാജി ഒരു ദുസ്വപ്നത്തിൽ നിന്ന് മുങ്ങി നിവർന്നിട്ടില്ല. അപ്പോഴേക്കും അതും അശോകൻ ഇങ്ങനെ നടക്കുമ്പോൾ. മിടുക്കനായിരുന്നുവെന്ന് എല്ലാവരും പറയുന്നു. ഇപ്പോൾ തലതിരിഞ്ഞുവെന്നും മാത്രം. അവധൂതൻ. ആന്തരിക പ്രചോദനമുണ്ടായിട്ടല്ല, അനുകരണം. ഇതാണ് പരിഷ്കാരമെങ്കിൽ ഇത്. തലമുടി നീട്ടുക, താടി വളർത്തുക, പ്രപഞ്ചവും ജീവിതവുമെല്ലാം അസംബന്ധമാണെന്ന് പറഞ്ഞു നടക്കുക. അതിൻ്റെ പേരിൽ കഞ്ചാവ് വലിച്ചു മയങ്ങിയിരിക്കുക. എല്ലാം പ്രദർശനം, പ്രഹസനം. എക്കാലത്തെയും കഥ ഇത് തന്നെ. യഥാർത്ഥ കൃഷികൾ 1-2, ബാക്കിയുള്ളവർ ഓടുമായി നടക്കുന്ന ഭിക്ഷാന്തേഹികൾ. ആത്മാവിനെ അന്വേഷിച്ച് കണ്ടെത്തുക അത്ര എളുപ്പമല്ലല്ലോ. അശോകൻ. അപ്പോൾ ജിമ്മോ? ജിമ്മിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആദ്യം വെറും ഹിപ്പിയായി തള്ളി. അടുത്തപ്പോൾ അതീവ ബുദ്ധിശാലിയാണെന്ന് മനസ്സിലായി. ആഴമുണ്ടെന്ന് തോന്നി. ആത്മാർത്ഥതയോടെ അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് കരുതി. പക്ഷേ ഇപ്പോൾ വീണ്ടും സംശയം തുടങ്ങിയിരിക്കുന്നു. മൃണാളിനി എന്ന മെർലിൻ ഉപേക്ഷിച്ചു പോയതോടെ സ്ത്രീലോകത്ത് തന്നെ ചെലവെഴുതി തള്ളി എന്ന് അവകാശപ്പെടുന്ന പുള്ളിയാണ് ഇപ്പോൾ രാജിയിൽ കമ്പം കയറിയിരിക്കുന്നു. അത്ഭുതമില്ല. ആരെയും പിടിച്ചു നിർത്തുന്ന എന്തോ ഒന്ന് ആ കുട്ടിയിലുണ്ട്. പ്രത്യേകിച്ചും അവളുടെ ശാലീനത പടിഞ്ഞാറൻ നാടുകളിൽ കണി കാണാൻ കിട്ടാത്തതാണ്. വിസ്കിയും ബ്രാൻഡിയും കുടിച്ച്, സിഗരറ്റ് വലിച്ച്, ഹോട്ട് പാൻസ് ധരിച്ച്, ബ്രാ ഇല്ലാതെയും ടോപ്ലെസ്സായി നടക്കുന്ന അമേരിക്കൻ പെൺകിടാങ്ങളെ കണ്ട് തഴമ്പിച്ച കണ്ണുകൾക്ക് രാജി കർപ്പൂരധാര തന്നെയാണ്. മുക്കാലും അമ്മയുടെ ഛായയാണ്. നിഷ്കളങ്കമായ മുഖഭാവം, ഓമനത്വമുള്ള പുഞ്ചിരി. തുമ്പിത്തിരി പൊട്ടിയ പല്ല് ചിരിയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. കണ്ണുകൾക്ക് എന്തൊരു വിടർച്ചയാണ്. ബീനയ്ക്കും വിടർന്ന കണ്ണുകളായിരുന്നു. പക്ഷേ അവയിലെ ഭാവം വ്യത്യസ്തമായിരുന്നു. ഹരം പിടിപ്പിക്കുന്ന ഒരുതരം തീക്ഷ്ണതയായിരുന്നു അവളുടെ കണ്ണുകളിൽ. രാജിയുടേത് എത്രയോ സൗമ്യങ്ങളാണ്. വിഷാദഭാവം സൗമ്യത വർദ്ധിപ്പിക്കുന്നു. പാപം. ഇനിയെങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ സൗഭാഗ്യവതി ആയിരിക്കട്ടെ. ആശംസിക്കാം. പക്ഷെ മറ്റുള്ളവരും കൂടി സമ്മതിക്കണ്ടേ? സരസ്വതിയമ്മയുടെ പ്ലാൻ അതേതായാലും നടക്കില്ല. ശ്രീധരൻ തറപ്പിച്ച് തന്നെ പറഞ്ഞുവല്ലോ. വേലുണ്ണിക്കുറിപ്പ് പറഞ്ഞാൽ കലി തുള്ളും. ആൾ ബഹുവാശിയിലാണ്. എന്തൊരു വൈരാഗ്യം. മനുഷ്യരായാൽ കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത്രത്തോളം, ഇത്ര പ്രായമായിട്ടും. ജീവിതത്തിലാണെങ്കിൽ ഇനി ആശിക്കാൻ ഒന്നുമില്ല. ഭക്തിയും വേദാന്തവും ഉണ്ട്. എന്നിട്ടെന്താ
ഇമ്മിക്കെങ്കിലും വിട്ടുകൊടുക്കുന്ന മട്ടില്ല. വല്ലാത്ത കടുംപിടുത്തം. ഒരു നിലയ്ക്ക് അതിൽ തെറ്റില്ല. സരസ്വതി അമ്മയും ശങ്കുണ്ണി നായരുമാണല്ലോ ഇപ്പുറത്ത്. വഴക്കില്ലാതെ കഴിയുമെന്ന് തോന്നുന്നില്ല. ശ്രീധരൻ വേണമെങ്കിൽ കുറെ വിട്ടുകൊടുക്കുമായിരിക്കും. അതുകൊണ്ട് കാര്യമില്ല. ഒരു കൈ കൊട്ടിയാലും ശബ്ദമുണ്ടാവുന്ന മട്ടാണ്. കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ. നോട്ട് ബുക്ക് അടുക്കിലേക്ക് വലിച്ചു വെച്ചു. പേനയെടുത്ത് തുറന്നു. എഴുതാൻ ഭാവിച്ചപ്പോൾ ഒരനക്കം. പ്രിയ തിരിഞ്ഞു കിടന്നതാണ്. ഓ, ടേപ്പ് റെക്കോർഡർ അടച്ചു വെച്ചിട്ടില്ല. പേന മടക്കി വെച്ച് എഴുന്നേറ്റ് ടേപ്പ് റെക്കോർഡർ കയ്യിലെടുത്തു. എല്ലാം ശരിക്ക് കിട്ടിയിട്ടുണ്ട്. യാത്ര സഫലമായിരിക്കുന്നു. ഒരിക്കൽ കൂടി കേൾക്കണം, എന്നാലേ കമൻ്ററി എഴുതാൻ പറ്റൂ. നാളെ എഴുന്നേറ്റാൽ ആദ്യത്തെ ജോലി അതാണ്. ടേപ്പ് റെക്കോർഡർ അടച്ച് അലമാരിയിൽ വെച്ച് പൂട്ടി. ബൈനോക്കുലേഴ്സ് എടുത്ത് ആണിയിൽ തൂക്കി. ജിം രാജിക്ക് എന്തൊക്കെയോ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് കണ്ടു. കുട്ടി കരഞ്ഞതെന്തിനാണാവോ? മടങ്ങുമ്പോൾ താൻ പറഞ്ഞത് വല്ലതും അവളുടെ ഉള്ളിൽ ഏശിയിരിക്കുമോ? സംശയമാണ്. ഒരു പക്ഷേ സരസ്വതിയമ്മയുടെ പ്ലാൻ നേരത്തെ അറിഞ്ഞിരിക്കുമോ? അശോകനുമായി വലിയ അടുപ്പം ഭാവിക്കുന്നത് കണ്ടില്ല. അതേസമയം ജിമ്മിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടെന്നും തോന്നി. വിശദമായി അറിഞ്ഞിട്ടില്ലെങ്കിലും സൂചന എന്തെങ്കിലും കിട്ടിയിരിക്കും. പ്രിയ വീണ്ടും ഒന്ന് തിരിഞ്ഞു കിടന്നു. പുതപ്പ് കാലിൽ നിന്ന് ഊർന്നുപോയി. അതെടുത്തു ശരിക്ക് പുതപ്പിച്ചു. ഉഷ്ണം തോന്നുന്നു. കുറച്ചു നേരം പുറത്തു ചെന്നിരിക്കാം. ടേബിൾ ലാമ്പ് കെടുത്തി സാവധാനത്തിൽ പുറത്തേക്ക് നടന്നു. മരപ്പലക വിരിച്ച നിലത്ത് നടക്കുമ്പോൾ കാലച്ച വീടാകെ മുഴങ്ങുന്നു. വരാന്തയിലെ അടച്ചിട്ട ജനാലകളിൽ 1-2 തുറന്നു. തണുത്ത കാറ്റ് അകത്തേക്ക് കുതിച്ചു ചാടി. നിലാവ് ഉദിച്ചിരിക്കുന്നു. പക്ഷേ വലിയ തെളിച്ചമില്ല. തെങ്ങോലകൾ മിനുങ്ങുന്നുണ്ട്. തോപ്പിൽ വെളിച്ചത്തേക്കാൾ ഇരുട്ടാണ്. കസേരയിലിരുന്ന് സൈഡ് ടേബിൾ എടുത്ത് മുന്നിലിട്ട് കാലതിന്മേൽ കയറ്റി വെച്ചു. എന്താണെന്നറിഞ്ഞുകൂടാ. എങ്കിലും ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു. കുറുപ്പും ശ്രീധരനും സരസ്വതിയമ്മയും മറ്റുമായി സംസാരിച്ചതിൻ്റെ ഫലമാവണം. എന്നാലും മനുഷ്യബന്ധങ്ങൾക്ക് ഇത്രയേ വിലയുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളുടെ ശരിയായ അർത്ഥം ആലോചിക്കുന്ന സ്വഭാവം ആർക്കുമില്ലല്ലോ. ജീവിതം എന്നതേ ബന്ധങ്ങളിലല്ലേ നിലനിൽക്കുന്നത്? ജീവിതം പരസ്പര ബന്ധങ്ങളുടെ ആകത്തുക മാത്രമല്ലേ? മനുഷ്യനെ കണ്ടെത്തുന്ന കണ്ണാടിയാണ് ബന്ധം. അതിൽ പ്രതിഫലിക്കുമ്പോഴേ സ്വന്തം രൂപം തന്നെ വ്യക്തമാവും. അതൊക്കെ ആരറിയുന്നു? ആർ കണക്കിലെടുക്കുന്നു? ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സൗകര്യങ്ങളുടെ ചങ്ങല മാത്രമാണ്. കാര്യസിദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുക, അസൗകര്യമാവുമ്പോൾ വെട്ടിമുറിക്കുക. പാലം കടന്നാൽ സരസ്വതിയമ്മയെ സംബന്ധിച്ചിടത്തോളം ബന്ധമെന്നാൽ സ്വത്താണ്. രാജിയും അശോകനും ചതുരംഗത്തിലെ 2 കരു മാത്രം. ആവശ്യം പോലെ ഉന്താം, നീക്കാം, വെട്ടിയെടുത്ത് പെട്ടിയിലിടാം. അങ്ങനെ വിചാരിക്കുന്നത് ശരിയാണോ? അശോകൻ അവരുടെ മകനാണല്ലോ. മകനെ ഒരു കരുവായി മാത്രം കാണാൻ ഏതെങ്കിലും അമ്മയ്ക്ക് കഴിയുമോ? എന്തുകൊണ്ട് കഴിയില്ല? അമ്മമാർ തന്നെ എത്ര തരമുണ്ട്. ബീനയും കുട്ടിക്ക് സുഖമില്ലാതെ കിടക്കുമ്പോൾ യാതൊരു കൂസലുമില്ലാതെ തെണ്ടാൻ പോയ ബീനയും ഒരമ്മയായിരുന്നല്ലോ. അതെ, പക്ഷെ അവളൊരു വിചിത്ര സൃഷ്ടിയാണ്. അവളെപ്പോലെ അധികം പേരുണ്ടാവാനിടയില്ല. വിചിത്ര സൃഷ്ടി. അതെ, വിചിത്ര സൃഷ്ടി. നെടുവേർപ്പെട്ടു. എന്തായിരുന്നു അവൾ? ഇപ്പോഴും പിടികിട്ടുന്നില്ല. ഒരുതരം ജ്വാലയായിരുന്നു. കണ്ടാൽ ചൂട് തോന്നാത്ത, തൊട്ടാൽ ദഹിപ്പിക്കുന്ന ജ്വാല. കുതറിമാറാൻ പെട്ട പാട് തനിക്കല്ലേ അറിഞ്ഞുകൂടൂ. സ്നേഹത്തിൻ്റെതായിരുന്നില്ല ആ ശക്തി. ശാരീരികമായിരുന്നുവെന്ന് വേണം പറയാൻ. ഇരുട്ടത്ത് പ്രകാശം പൊഴിക്കുന്ന ചെവിപ്പാമ്പിനെ പോലെ അവളുടെ ശരീരത്തിൽ നിന്ന് അദൃശ്യമായി എന്തോ ഒന്ന് പ്രസരിച്ചിരുന്നു. അതുകൊണ്ടാണ് അവളെ വെറുത്തു തുടങ്ങിയപ്പോൾ പോലും അവളുടെ ശരീരത്തെ നിഷേധിക്കാനോ ഉപേക്ഷിക്കാനോ കഴിയാതെ വന്നത്. ഇനി ഒരിക്കലും ഇല്ലെന്ന് 100 വട്ടം ആണയിട്ടിട്ടും അവളുടെ ശരീരത്തിൻ്റെ സാന്നിധ്യത്തിൽ ആണകൾ ചൂടുപിടിച്ച ചിമ്മിനിപ്പുറത്തെ നീരാവി പോലെ മാഞ്ഞുപോയത് മറ്റൊന്നുകൊണ്ടുമാകാനിടയില്ല. നാണം തോന്നുന്നു ആലോചിക്കുമ്പോൾ. ഉജഗാർ സിംഗിൻ്റെ മൂക്കിടിച്ച് പരത്താൻ തുനിഞ്ഞ ആ രാത്രി തന്നെ എന്താണ് സംഭവിച്ചത്? കീഴടക്കം, ലജ്ജാവഹമായ കീഴടക്കം. തട്ടിൽ കണ്ണും നട്ട് കട്ടിലിൽ മലർന്നു കിടക്കുന്ന കിടപ്പ് ഇപ്പോഴും കണ്ണിൽ കാണുന്നു. ചുവരിലെ പച്ച വിളക്ക് കത്തുന്നുണ്ട്. മുറിയാകെ അലൗകികമായ അരണ്ട വെളിച്ചത്തിൽ പുരണ്ടു കിടക്കുന്നു. എയർ കണ്ടീഷണർ അടക്കി പിടിച്ച് കൂർക്കം വലിക്കുന്നുണ്ട്.
വായുവിൽ സുഖകരമായ തണുപ്പുണ്ടെങ്കിലും വിയർക്കുന്നുണ്ട്. ഉള്ളിൽ ഉഷ്ണമാണ്. കുടിച്ചതിൻ്റെ നേരിയ അമൽ അടങ്ങിയിരിക്കുന്നു. ബീന ഇനിയും മടങ്ങിയെത്തിയിട്ടില്ല. കട്ടിലിൻ്റെ 3/4 ഭാഗവും ഒഴിഞ്ഞു കിടക്കുന്നു. ടൈം പീസിൽ മണി 1. 12 ഹോട്ടലിലെ ഡൈനിങ് റൂം അടയ്ക്കും. അതുവരെ അവിടെ ഇരുന്നാൽ തന്നെയും അവൾ എത്തേണ്ട നേരം ഇപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. കാറിൽ 10 മിനിറ്റ് എടുക്കൂ. അങ്ങേയറ്റം 12:30 എത്തേണ്ടതാണ്. 1 കഴിഞ്ഞു. അവൾ അപ്പുറം ആലോചിക്കാൻ ധൈര്യം വരുന്നില്ല. കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. പുതുപ്പ് ചുരുട്ടിക്കൂട്ടി അവൾ കിടക്കാറുള്ള ഭാഗത്തേക്ക് എറിയുന്നു. വലത് മുഷ്ടി ചുരുട്ടി ഇടത്തെ കൈപ്പത്തിയിൽ ഇടിക്കുന്നു. കീഴ്ചുണ്ട് പൊട്ടുമട്ടിൽ കടിച്ചമർത്തുന്നു. മൂക്കിന് നേരെ നോക്കിക്കൊണ്ട് നിശ്ചലനായി ചമ്രം പിടഞ്ഞിരിക്കുന്നു. ക്രമേണ വലിവ് അയയുന്നു. നെടുവീർപ്പിട്ട് വീണ്ടും മലർന്നു കിടക്കുന്നു. കൈവിളക്കിലെ കൊട്ടെണ്ണയിൽ മുക്കിയ തുണിത്തിരി പോലെ. വീണ ചെയ്തത് ധിക്കാരമാണ്. പക്ഷേ താൻ ഡൈനിങ് റൂമിൽ കാട്ടിക്കൂട്ടിയതോ തികച്ചും ലജ്ജാവഹമായിരുന്നു. സംശയമില്ല. അതാലോചിക്കുമ്പോൾ സ്വയം ചെറുതാവുന്നത് പോലെ തോന്നുന്നു. ഒരു പൊതുസ്ഥലത്ത് വെച്ച് ബഹളം കൂട്ടുക, കുടിച്ചു ബോധം കെട്ടവരെ പോലെ കയ്യേറ്റത്തിന് ചെല്ലുക, വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുക. എന്ത് മാനക്കേട്! എത്ര ആഭാസകരം! അരിശം കത്തി ആളിയെങ്കിലും അടയ്ക്കേണ്ടതായിരുന്നു. ഇവിടെ എത്തിയിട്ട് മതിയായിരുന്നു ശോഭിക്കാൻ. അപ്പോൾ താനാണ് അപഹാസ്യനായത് എല്ലാവരുടെയും കണ്ണിൽ. അതാലോചിക്കുമ്പോൾ കാല് മാറി ചെരുപ്പിട്ടതുപോലെ അസുഖം തോന്നുന്നു. ചിന്തിച്ചു നോക്കിയാൽ ബീന അത്ര വലിയ അപരാധമാണോ ചെയ്തത്? നാട്ടുനടപ്പിൽ കവിഞ്ഞ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. തനിക്ക് പോകാൻ കഴിയാതെ വരുമ്പോൾ പാർട്ടികൾക്കും മറ്റും അന്യരുടെ കൂടെ പോകാറുണ്ട്, അയക്കാറുണ്ട്. അന്യപുരുഷന്മാരോടൊപ്പം യാത്ര ചെയ്യുന്നത് ആചാരപരമായ മര്യാദ മാത്രമാണ്. താനും എത്ര സ്ത്രീകളോടൊപ്പം ഡാൻസ് ചെയ്തിരിക്കുന്നു. നൃത്തം ചെയ്യുമ്പോൾ കവിളത്തുനിന്ന് ഉമ്മ വയ്ക്കുന്നതും ആചാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അത്രേ ഉജഗാർ സിംഗും ചെയ്തുള്ളൂ. അധരങ്ങളിൽ ഉമ്മ വെച്ചുവെന്ന തോന്നൽ ശങ്കയും സൃഷ്ടിയുമാണ്. അല്ലെങ്കിലും അവളെ കുറ്റം പറയുന്നത് ശരിയാണോ? അവളേക്കാൾ കുറ്റക്കാരൻ താനല്ലേ? അതെ, കുറ്റം തൻ്റെയും കൂടിയാണ്. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് താൻ അവളോട് തികച്ച് നീതി കാണിച്ചിട്ടില്ല. ശ്രദ്ധ മുഴുവൻ തന്നിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. തൻ്റെ തൊഴിൽ, തൻ്റെ കക്ഷികൾ, തൻ്റെ തടിയൻ നിയമപുസ്തകങ്ങൾ. പുറത്തു കടന്നാൽ MIC. അവിടെ മീറ്റിംഗ്, ഇവിടെ മീറ്റിംഗ്. അവളോടൊപ്പം ചെലവഴിക്കാൻ സമയം കഷ്ടി. പാർട്ടികൾക്കും ഡിന്നറുകൾക്കും ഒന്നും അവളുടെ കൂടെ പോകാൻ കഴിയാറില്ല. അവളുടെ ഹൈ സൊസൈറ്റി ലൈഫിൽ പങ്കുകൊള്ളാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ബീനെപ്പോലെ ഒരുവൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല അതെന്ന് ഓർത്തില്ല. താനാണ് മണ്ടൻ, യഥാർത്ഥ കുറ്റവാളി. അവളെ കുറ്റം പറയുന്നത് അല്പത്തമാണ്. അവൾ ഉജഗാർ സിംഗിൻ്റെ കൂടെ പുറത്തു പോയെങ്കിൽ അതിനുള്ള കാരണം അവൾക്ക് വേണ്ടത് തന്നിൽ നിന്ന് കിട്ടായികയാണ്. അഹന്ത ഒടിഞ്ഞു തൂങ്ങുന്നത് പോലെ തോന്നി. തൂണിളകിയ പന്തല് കണക്കെ. താഴെ കാറ് വന്ന് നിൽക്കുന്ന ഒച്ച. ഓ, എത്തിയിരിക്കുന്നു. അമർഷം വീണ്ടും ആളുന്നു. ചാരം മൂടിയ കനലിൽ ഊതിയതുപോലെ. എത്തിയിരിക്കുന്നു. മണി 1 കഴിഞ്ഞിട്ട്. കോണി കയറുന്ന ഒച്ച. മനഃപൂർവ്വം ഒച്ച വെച്ചുകൊണ്ടാണ് കയറുന്നത്. യുദ്ധത്തിന് തയ്യാറായി വരുന്നത് പോലെ. വാതിൽ ചവിട്ടി തുറക്കുന്നു. ലൈറ്റ് ഇടുന്നു. 1, 2, 3 എല്ലാ ലൈറ്റുകളും. താൻ കണ്ണടച്ച് ഉറക്കം നടിച്ച് കിടക്കുന്നു. അവൾ ഹാൻഡ് ബാഗ് ടപ്പോ എന്ന് ഡ്രസ്സിംഗ് ടേബിളിലിടുന്നു. വലിച്ചെറിഞ്ഞതാണെന്ന് തോന്നുന്നു. പൗഡർ ടിന്നാവണം. ഉരുണ്ട് വലിയ ഒച്ചയോടെ കാർപ്പറ്റിൽ വീഴുന്നു. അവൾ അതെടുത്ത് അതിനേക്കാൾ ഒച്ചയോടെ ടേബിളിന്മേൽ വെക്കുന്നു. ഒപ്പം എന്തോ ഒരു ചീത്തവാക്ക് പറയുന്നു. പഞ്ചാബിയിലാണ്. സാരിയും ജാക്കറ്റും അഴിച്ച് കോപത്തോടെ ഒരു മൂലയിലേക്ക് എറിയുന്നു. കണ്ണു തുറന്നു നോക്കാതെ തന്നെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ബാത്റൂമിൻ്റെ വാതിൽ ചവിട്ടി തുറക്കുന്നു. അതിനേക്കാൾ ഊക്കിലടയ്ക്കുന്നു. ഫ്ലഷ് വലിക്കുന്നതും അതേ അമർഷത്തോടെ തന്നെ. ലൈറ്റുകൾ അണച്ച് കിടക്കയിൽ കയറി കിടക്കുന്നു. കട്ടിലാകെ ഇളകുന്ന മട്ടിൽ എന്തൊക്കെയോ പിറുപിറുക്കുന്നു പഞ്ചാബിയിൽ. തന്നെയും തൻ്റെ വംശത്തെയും ശപിക്കുകയാണ്. തന്നെ കണ്ടുമുട്ടിയ ദിവസത്തെയും വിവാഹം കഴിക്കാൻ തോന്നിയ ബുദ്ധിശൂന്യതയും പഴിക്കുകയാണ്. ശപിക്കട്ടെ, പഴിക്കട്ടെ, തൃപ്തിയാവുന്നത് വരെ. കോപമല്ല, വ്യസനമാണ് തോന്നുന്നത്. തന്നെ അവൾ മനസ്സിലാക്കുന്നില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുമില്ല. പുതുമ മാഞ്ഞതോടുകൂടി മടുപ്പ് തോന്നിയ മട്ടാണ്. താൻ വേണം എപ്പോഴും പിന്മാറാൻ, സ്വയം കുറ്റപ്പെടുത്തി കീഴടങ്ങാൻ. അവൾക്കൊരിക്കലും തോൽവിയില്ല. അവൾ തൻ്റെ ദൗർബല്യമായി തീർന്നിരിക്കുന്നു. അവൾക്കത് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അവൾക്ക് തന്നോട് വെറുപ്പാണ്. തൻ്റെ സാന്നിധ്യം പോലും ഇഷ്ടപ്പെടാത്ത മട്ടാണ് ചിലപ്പോൾ. തനിക്ക് ഏറ്റവും ആവശ്യമുള്ളത് മാത്രം അവളിലില്ല. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ഹൃദയം എന്നെങ്കിലും ഉണ്ടായിരുന്നുവെന്നും തോന്നുന്നില്ല.
ഇനി ഉണ്ടാകാനും വഴിയില്ല. കണ്ണിക്കാലിന് പോലും ആഴമില്ലാത്ത ചോലയാണവൾ. ഉദ്യാനങ്ങളിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന ചോല. നിർവൃതി വരുവോളം മുഴുകാവുന്ന പുഴയല്ല. അവൾ റീഡിംഗ് ലാമ്പ് ഇടുന്നു. നാശം. തലയ്ക്കിലെ ഷെൽഫിൽ നിന്നും എന്തോ പുസ്തകം എടുത്ത് തുറന്നു വായിക്കുന്നു. വായിക്കാനൊന്നുമല്ല, തന്നെ ശല്യപ്പെടുത്താൻ. താൻ കണ്ണു തുറക്കുന്നു. വിളക്കണയ്ക്കോ? കേട്ട ഭാവമില്ല. വിളക്കണയ്ക്കോ? ബാക്കിയുള്ളവർക്ക് ഉറങ്ങണം. അപ്പോഴും കേട്ട ഭാവമില്ല. നാളെ കോടതിയുള്ള ദിവസമാണ്. എന്നാൽ കോടതിയിൽ പോയി കിടന്നുറങ്ങിക്കോളൂ. രക്ഷയില്ല. മറുവശം തിരിഞ്ഞു കിടക്കുന്നു. തല മൂടി പുതയ്ക്കുന്നു. ഉറങ്ങാതിരിക്കുന്നത് സാരമില്ല, പക്ഷെ അവളുടെ മുൻപിൽ ദുർബലനായി പോകുന്നുവല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വിഷയം. സ്വല്പം കഴിഞ്ഞ് ലൈറ്റ് അണയുന്നു. അവൾ ഉറക്ക പിറുവിറുത്ത് തലയണ തട്ടിക്കുടഞ്ഞ് സുഖമായി കിടക്കുന്നു. നിശബ്ദത. എയർ കണ്ടീഷന്റെ സംഗീതാത്മകമായ മുരളൽ മാത്രം. ഉറഞ്ഞുകൂടുന്ന നിശബ്ദതയിൽ തളർന്നങ്ങനെ കിടക്കുന്നു. ഉള്ളിൽ ഒരിത്. അവളിൽ നിന്ന് എന്തോ ഒരു ശക്തി തന്നിലേക്ക് ഒഴുകി വരുന്നുണ്ടെന്നൊരു തോന്നൽ. സൗരഭ്യം പോലെ. മൂക്ക് വിടർത്തി ശ്വസിക്കുന്നു. സൗരഭ്യമല്ല, നേരിയ വാടയാണ് അനുഭവപ്പെടുന്നത്. സിഗരറ്റിൻ്റെയും പുകയുടെയും വിയർപ്പിൽ നനഞ്ഞ പൗഡറിൻ്റെയും ഗന്ധം. പെർഫ്യൂമിൻ്റെയും. എയർ കണ്ടീഷൻ ചെയ്ത തിയേറ്ററിലോ റെസ്റ്റോറൻറ്റിലോ കുറേ നേരം ഇരുന്ന് പുറത്തു വരുമ്പോഴെല്ലാം അനുഭവപ്പെടുന്ന ദുഷിച്ച ഗന്ധം. ആ ഗന്ധത്തിനടിയിൽ ക്രമേണ ബീനയുടെ ശരീരസുഗന്ധവും. അവളുടെ മുടിയിൽ നിന്ന്, കഴുത്തിൽ നിന്ന്, മാറത്തു നിന്ന്, അരക്കെട്ടിൽ നിന്ന് ഉയരുന്ന മത്ത് പിടിപ്പിക്കുന്ന ഗന്ധം. സുന്ദരിയും ആരോഗ്യവതിയുമായ ഒരു യുവതിയുടെ നൈസർഗികമായ ശരീരഗന്ധം. ശ്വസിച്ചാലും ശ്വസിച്ചാലും മതിവരാത്തത്. ശ്വസിക്കുന്തോറും തലച്ചോറിൽ കിരികിരിപ്പ്. സിരകളിൽ അരിച്ചു നടക്കുന്ന കിരികിരിപ്പ്. ശരീരം ഉണർന്നു തുടങ്ങുന്നതിൻ്റെ അസ്വസ്ഥത. കണ്ണടച്ച് തിരിഞ്ഞു കിടക്കുന്നു. ഇല്ല, മാംസത്തിൻ്റെ വിളിക്ക് കീഴടങ്ങില്ല. ഇല്ല, ഇല്ല, ഇല്ല. അവളും ഒന്ന് തിരിഞ്ഞു കിടക്കുന്നു. മൃദുവായ ശ്വാസോച്ഛ്വാസം കേൾക്കാം. അങ്ങോട്ട് തന്നെ തിരിഞ്ഞു കിടക്കാൻ ശക്തമായ തോന്നൽ. തിരിഞ്ഞ് ഒറ്റ കൊതിക്ക് അവളെ കെട്ടിപ്പുണരാൻ തോന്നുന്നു. വേദനകളും ദുഃഖങ്ങളും ഒക്കെ ശാരീരികമായ ആനന്ദത്തിൽ മുക്കിക്കളയാൻ. എല്ലാ അപരാധങ്ങളും ഏറ്റുപറഞ്ഞു തലകുനിച്ച് അവളാവുന്ന ഗംഗയിൽ മുങ്ങിക്കുളിക്കാൻ. നീന്തിത്തുടിച്ച് പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ്. ബീന, ബീന. മൗനം. ബീന. തിരിഞ്ഞ് അടുത്തേക്കൽപ്പം നീങ്ങിക്കിടന്ന് തോളത്ത് കൈവെക്കുന്നു. അവൾ ഒറ്റ തട്ടിന് തെറപ്പിക്കുന്നു. ശല്യപ്പെടുത്താതെ പോകൂ. വീണ്ടും തോളത്ത് കൈവെക്കുന്നു. അവളെ എടുത്ത് നീക്കുന്നു. മാറിപ്പോവൂ. നിങ്ങൾക്ക് എന്നെ തൊടാൻ നാണമില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ തൊടാൻ നാണമുണ്ട്. ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ലജ്ജാവഹമായ രീതിയിൽ പെരുമാറിയിട്ട്, പരസ്യമായി എന്നെ അപമാനിച്ചിട്ട്, കുടിച്ച് തോന്നിയാസം കാണിച്ചിട്ട്. ഇപ്പോഴും കേൾക്കുന്നതായി തോന്നുന്നു. ഇരുട്ടിലൂടെ കല്ലേറ് പോലെത്തുന്ന കൂർത്തുമൂർത്ത വാക്കുകൾ. നിർത്താതെ, ശ്വാസം വിടാൻ പോലും നിർത്താതെ, വൃത്തികെട്ട ഭാഷയിൽ കേൾക്കാൻ അറയ്ക്കുന്ന വാക്കുകളിലൂടെയുള്ള ശകാരം. അതൊക്കെ താൻ കേട്ടു. സഹിച്ചു. സഹിക്കുകയില്ല. ഓരോ വാക്കും ഞരമ്പുകളിലെ ലഹരി ഇരട്ടിപ്പിക്കുകയായിരുന്നു. ചോരയിൽ മധുരവും അസഖ്യവും അടങ്ങാത്തതുമായ അസ്വസ്ഥതയുടെ വേലിയേറ്റം സൃഷ്ടിക്കുകയായിരുന്നു. കര തള്ളി നീക്കിയാലും ആവേശത്തോടെ പിന്നെയും പിന്നെയും പുൽകാനണയുന്ന തിരമാല പോലെ താൻ വീണ്ടും വീണ്ടും അവളിലേക്ക് കുതിച്ചു. അവൾ ശില പോലെ കിടന്നതേയുള്ളൂ. തൻ്റെ സഹനശക്തിയുടെ നെല്ലിപ്പടി കാണുന്നതുവരെ, താൻ കൃമിയിലും കൃമിയായി അവളുടെ കാൽക്കൽ ഇഴയുന്നതുവരെ അവൾ അനങ്ങിയില്ല. ഒടുവിൽ ഒരു നിമിഷം കൂടി വൈകിയാൽ വലിഞ്ഞ കമ്പി തകർന്നു പോയേക്കുമെന്ന നിലയിലെത്തിയപ്പോൾ അവൾ പെട്ടെന്ന് പൊട്ടിക്കരിഞ്ഞ് തന്നിലേക്കണഞ്ഞു. തന്നിലലിഞ്ഞു. മഞ്ഞിൻകട്ട ഉരുകുന്നത് പോലെ പതുക്കെ പതുക്കെയല്ല, തള്ളിക്കയറുന്ന മലവെള്ളം. ഏറെ നേരം തടുത്തു നിർത്തിയ ശേഷം പെട്ടെന്ന് അണക്കെട്ടിലെ ചീർപ്പൂരുമ്പോഴെന്ന പോലെ ഒറ്റയടിക്ക് ആ ഒഴുക്കിൽ താനും തന്നിലെ എല്ലാ പരിഭവങ്ങളും ഒലിച്ചുപോയി. അനർഘമായ, അനന്തമെന്ന് തോന്നിയ നിർവൃതിയിൽ മുഴുകിപ്പോയി. മാറോട് ചേർന്ന് മയങ്ങിക്കിടക്കുന്ന കിടപ്പ് ഇപ്പോഴും കണ്ണിൽ കാണുന്നു. കഷ്ടം. താൻ എന്തൊരു വിഡ്ഢിയായിരുന്നു. മയക്കത്തിൻ്റെ ഓളപ്പാത്തിൽ കിടന്ന് നിർവൃതി അനുഭവിക്കുമ്പോൾ കരുതി മതിലെന്നേക്കുമായി ഇടിഞ്ഞുപോയെന്ന്. അവൾ ഗേറ്റ് അല്പം തുറക്കുക മാത്രമാണ് ചെയ്തതെന്ന സത്യം അപ്പോഴറിഞ്ഞില്ല. അല്ലെങ്കിൽ എന്തിലോ കാലിടറിയതുപോലെ പെട്ടെന്ന് നിവർന്നിരുന്നു കൃഷ്ണനുണ്ണി. എന്തൊക്കെയാണ് ആലോചിച്ചത്? എവിടെയോ തുടങ്ങി എവിടെയോ വന്നെത്തിയിരിക്കും. ആലോചിച്ചത് മുഴുവൻ ബീനയെ പറ്റിയാണ്. ഈയിടെ 2-3 തവണയായി സംഭവിക്കുന്നു. എന്തുകൊണ്ട്? ജീവിതത്തിൽ പാടെ ചിന്തിക്കളഞ്ഞ ഒരേടാണ് ബീന. ഓർക്കാറേയില്ല. വാസ്തവത്തിൽ പ്രിയ അവളെ ഓർമ്മിപ്പിക്കേണ്ടതാണ്.
കുട്ടി വലുതാവും തോറും അമ്മയുടെ ഛായയാവുകയാണ്. പ്രത്യേകിച്ചും തല ഇത്തിരി ചെരിച്ചു പിടിച്ചുകൊണ്ടുള്ള ആ പുഞ്ചിരി. പക്ഷെ ബീനയെ ഓർക്കാറില്ല. പ്രിയയെ മാത്രം കാണാൻ പഠിച്ചു. അല്ലെങ്കിൽ അമ്മയെപ്പോലെ മകളെയും വെറുത്താലോ? വെറുപ്പ് ഇല്ല. ബീനയോട് തനിക്ക് ഇന്നൊരു വെറുപ്പുമില്ല. വെറുപ്പെന്ന വികാരത്തെ തന്നെ മനസ്സിൽ നിന്ന് നിഷ്കാസനം ചെയ്തിരിക്കുകയാണ്. ആകെ ഉള്ളത് സഹതാപം മാത്രമാണ്. ഈ പോക്ക് അവളെ എവിടെ കൊണ്ടെത്തിച്ചിരിക്കുമെന്ന് ദൈവത്തിനേ അറിഞ്ഞുകൂടൂ. ഒരുപക്ഷെ ശേഷിച്ചെവിടെയും എത്താൻ അവൾക്ക് ആഗ്രഹമില്ലായിരിക്കാം. ഇങ്ങനെ പാറിപ്പാറി നടക്കുന്നതിലാവാം അവളുടെ പിന്നെയും അവളെക്കുറിച്ച് തന്നെ എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ഇത്രയും കൊല്ലത്തിനു ശേഷം ഇങ്ങനെ പെട്ടെന്ന് എപ്പോഴാണിത് ആരംഭിച്ചത്? അന്ന് രാജിയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് മടങ്ങുമ്പോഴല്ലേ? അതെ, എന്ത് കാരണം കൊണ്ടോ രാജി അവളെ ഓർമ്മിപ്പിക്കുന്നു. തമ്മിലൊരു ഛായയുമില്ല, ഒന്നുകൊണ്ടും സാമ്യവുമില്ല. രണ്ടുപേരും സുന്ദരികളാണ്. പക്ഷേ രണ്ടും രണ്ട് തരത്തിലുള്ള സൗന്ദര്യമാണ്. പറയാവുന്നതൊന്നേ ഉള്ളൂ, അന്നത്തെ ബീനയുടെ പ്രായമാണ് ഇന്നത്തെ രാജിക്ക്. അതുകൊണ്ട് മാത്രം പക്ഷേ ഒരാളെ കാണുമ്പോൾ മറ്റേയാളെ ഓർത്തു പോകുമോ? ഇതിനു മുമ്പൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. എന്തോ ആവട്ടെ, സംഗതി കുഴപ്പമാണ്. കഴിഞ്ഞ കാലങ്ങളുടെ ഓർമ്മകൾ ജീവിതത്തിൽ നിന്ന് പാടെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയാണ് കോലാലംപൂരിനോട് യാത്ര പറഞ്ഞത്. ഇന്നലകളെയെല്ലാം ചുട്ടിച്ചാമ്പലാക്കി ഇന്നിൻ്റെ നാളെയുടെയും മണ്ണിൽ പുതിയ അറിവിൻ്റെയും ഉണർവിൻ്റെയും വിത്തുപാകാൻ ഒട്ടൊക്കെ സാധിച്ചുവെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതാ, പുതുമഴച്ചാറ്റലിൽ വിളകളോടൊപ്പം മുളയ്ക്കുന്ന കളകൾ പോലെ ഓരോന്നായി കൂമ്പെടുക്കുന്നു. ഓർമ്മയ്ക്ക് ചിരഞ്ജീവിത്വം എങ്ങനെ കിട്ടി? വർത്തമാനകാലത്തിൻ്റെ കാന്തവലയത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാതെ ഭൂതത്തെ എന്നേക്കുമായി വിസ്മൃതിയെ തള്ളാൻ സാധ്യമല്ലെന്നുള്ള സത്യം മറന്നതാണോ തനിക്ക് പറ്റിയ തെറ്റ്? അതോ വർത്തമാനകാലത്തിൽ മുഴുവനെ ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ കഴിയാത്തതോ? ഏതായാലും ഒരിളക്കം സംഭവിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് ജനാലകൾ അടയ്ക്കാൻ ഭാവിക്കുമ്പോൾ ഒരു കാറ് വരുന്ന ശബ്ദം. ഇവിടേക്കോ? ഈ നേരത്ത് ജനാലയിലൂടെ എത്തി നോക്കി. അതെ, ഇങ്ങോട്ട് തന്നെയാണ്. കാറിൻ്റെ വെളിച്ചം വീണ തെങ്ങൻതോപ്പിൽ വവ്വാലുകൾ ചിറകിട്ട് പറന്നു. കാറിൽ നിന്നിറങ്ങിയത് ജിമ്മാണ്. ഓ, പുള്ളി ഉറങ്ങിക്കഴിഞ്ഞിരുന്നില്ലേ? എപ്പോഴാണ് പുറത്തു പോയത്? കാറ് റിവേഴ്സ് ചെയ്ത് തിരിച്ചുപോയി. അശോകനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഹായ് ഗുരു, ഉറങ്ങിയില്ലേ? ഉവ്, വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ സ്വപ്നാടനത്തിലാണ്. എവിടെയായിരുന്നു ഇതുവരെ? ബുക്കിറ്റീങ്കിയിൽ. ജിം അകത്തേക്ക് കടന്നു വന്നു. ഒരു ഡ്രൈവിന് പോയതാണ്. കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു. സ്വൈര്യം കെടുത്തിയതിന് ക്ഷമിക്കണം. ക്ഷമിച്ചിരിക്കുന്നു, കപടസ്വരത്തിൽ പറഞ്ഞു. അടുത്ത തവണ ശിക്ഷിക്കുന്നതായിരിക്കും. ഓക്കെ, പോയി കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ജിം ഒന്ന് രണ്ടടി വെച്ചിട്ട് എന്തോ ഓർത്ത പോലെ തിരിഞ്ഞു നിന്നു. ഗുരു, ഞാനൊന്ന് സാരമില്ല. എന്താ? സാരമില്ല, പിന്നെയാവാം. ഐ സി, ഇതൊരു പകർച്ചവ്യാധിയാണെന്ന് തോന്നുന്നു. വേറെ ഒരാളും ഇതേപോലെ പറയാൻ വന്നിട്ട് വേണ്ടെന്ന് വെച്ചു. ഇന്ന് വൈകുന്നേരം തന്നെ. ആരാ? ഒരാൾ. ഓ. ജിം ഒരു നിമിഷം ആലോചിച്ച് നിന്ന ശേഷം ചോദിച്ചു. ഗുരു ഇന്ന് അശോകൻ്റെ വീട്ടിൽ പോയിരുന്നു അല്ലേ? അവിടെ എന്തോ വലിയ ചർച്ചകൾ നടന്നുവെന്ന് കേട്ടു. എന്തായിരുന്നു സംഗതി? അത് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. എന്തായാലും ജിമ്മിനെ ബാധിക്കുന്ന കാര്യമല്ല. അതെനിക്കറിയാം. പക്ഷേ അശോകനെ ബാധിക്കുന്നതായിരുന്നു അല്ലേ? എനിക്കൊന്നും പറയാനില്ല. അശോകൻ പറഞ്ഞു. ഞങ്ങളത് സംസാരിച്ചിരിക്കുകയായിരുന്നു. വളരെ നല്ലത്. ജിം തലയിത്തിരി ചെരിച്ച് കണ്ണൽപ്പം ഇടുക്കി ചോദ്യരൂപത്തിലൊന്നു നോക്കി. ഒന്നും വിട്ടുതരില്ല അല്ലേ എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. ശരി, ഞാനും ഒന്നും വിട്ടുതരില്ല എന്നും. ശരി ഗുരു, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ജിം ഇടനാഴിയിലേക്ക് കടന്നു പോയപ്പോൾ വീണ്ടും ജനാലയ്ക്കിലേക്ക് തിരിഞ്ഞു. നിലാവ് കൂടുതൽ മങ്ങിയിരുന്നു എന്ന് തോന്നി. പക്ഷേ കടലിൻ്റെ ഇരമ്പം കേൾക്കാം. അപ്പോൾ സരസ്വതിയമ്മയുടെ നീക്കം പരസ്യമായി തുടങ്ങിയിരിക്കുന്നു. അശോകൻ അറിഞ്ഞിരിക്കുന്നു. ജിമ്മുമായി ചർച്ച ചെയ്തിരിക്കുന്നു. അശോകൻ്റെ പ്രതികരണം എന്താണെന്നറിയുന്നത് സഹായകമായിരിക്കും. പക്ഷേ ചോദിക്കാൻ വയ്യ. ജിം തനിയെ പറയും, ഇന്നല്ലെങ്കിൽ നാളെ. ചിരി വന്നു. അശോകൻ ജിമ്മിനോട് പറയുക, ചർച്ച ചെയ്യുക. ജിമ്മിനോട്. സരസ്വതിയമ്മയുടെ കഥയിൽ ജിമ്മാണ് വില്ലൻ. അതൊരു പക്ഷേ അശോകൻ അറിയില്ല. സുഭദ്രയമ്മയോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവൂ. അസാധ്യ കൗശലക്കാരി. സരസ്വതിയമ്മ
സുഭദ്രയമ്മയെ പിടിക്കേണ്ടടുത്ത് തന്നെ പിടിച്ചിരിക്കുന്നു. രാജിയും ജിമ്മും തമ്മിൽ കേൾക്കുമ്പോഴേ ഞെട്ടിവിറച്ചിരിക്കും രാജിയുടെ അമ്മ. സ്വതേ പരമസാധു, സ്വന്തം ജീവിതം ദുരന്തകഥ, മകളും തീച്ചൂളയിൽ, അതിൻ്റെ കൂടെ ഇതും. തീർച്ചയായും അവർക്ക് താങ്ങാൻ കഴിയില്ല. കണക്കാക്കി തന്നെയാണ് സരസ്വതിയമ്മ പ്രയോഗിച്ചിട്ടുള്ളത്. സുഭദ്രയമ്മയ്ക്ക് കണക്കിലേറ്റിട്ടുണ്ട്. ചവിട്ടുകല്ലിന്മേൽ നിൽക്കുന്ന നിൽപ്പ് കണ്ണിൽ കാണുന്നു. ഉണങ്ങിയ വാഴക്കൈ പോലെ. കുനിഞ്ഞ മുഖത്ത് ഒറ്റത്തുള്ളി ചോരയില്ല. കണ്ണുകൾ ഒപ്പുന്നു. കണ്ണുനീരിന് മാത്രം ക്ഷാമമില്ല അവർക്ക്. എന്തൊരു വിധി! അതോർക്കുമ്പോൾ മനസ്സ് വല്ലാതെയാവുന്നു. ഒടിഞ്ഞ കൊമ്പത്ത് ഉണങ്ങി നിൽക്കുന്ന മന്ദാരപ്പൂവാണവർ. ഇലയനങ്ങാത്ത കാറ്റത്ത് പോലും ഇറയ്ക്കും. വീഴുമെന്ന് ഭയപ്പെടും. സരസ്വതിയമ്മയ്ക്ക് അത് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണവർ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചത്. രാജിയും ജിമ്മും. അകത്ത് ജിം കിടക്കാൻ തയ്യാറെടുക്കുന്നതിൻ്റെ ശബ്ദം. ജനാലയും വാതിലും അടച്ച് ലൈറ്റ് കെടുത്ത് അകത്തേക്ക് പോയി. നേരം ഒരുപാടായിരിക്കുന്നു. പക്ഷേ ഉറക്കം വരുന്നില്ല. പ്രിയ മൂടി പുതച്ചിരിക്കുന്നു. ചുരുണ്ടുകൂടിയിരിക്കുന്നു. പന്തിയില്ലാത്ത പോലെ അടുത്ത് ചെന്ന് മുഖത്തു നിന്ന് പുതപ്പ് നീക്കി. ബെഡ്റൂം ലാമ്പിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ കവിളിന് വിളർപ്പ് തോന്നി. വെയിലുകൊണ്ട് കരുവാളിച്ചതായിരുന്നിട്ടും കവിളത്ത് ചിതറിക്കിടക്കുന്ന മുടിയിഴകൾ മാടി നീക്കി. അല്പം കാച്ചിലുണ്ടോ? കവിളത്തും നെറ്റിയിലും കൈവച്ച് നോക്കി. കുറേശ്ശെ ചൂടുണ്ടെന്ന് തോന്നുന്നു. മാറത്ത് വെച്ച് നോക്കി. ഉവ്വ്, കുറേശ്ശെയുണ്ട്. പകൽ മുഴുവൻ വെയിൽ കൊണ്ടതാണല്ലോ. പനിക്കാൻ വഴിയുണ്ട്. ഉച്ചയ്ക്കേ കൂടെ കൊണ്ട് വരേണ്ടതായിരുന്നു. കളിക്കാൻ വിട്ടത് അബദ്ധമായി. ഒരു ഗുളിക കൊടുക്കണോ? രാജിക്കും തലവേദന ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞുവല്ലോ. ഒരിക്കൽ കൂടി തൊട്ടു നോക്കി. ചൂടുണ്ട്, പക്ഷെ അത്രയ്ക്കില്ല. ആവശ്യമില്ലാതെ മരുന്ന് കൊടുക്കുന്നത് നന്നല്ല. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കാം. കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കാം. പുതപ്പ് ശരിക്ക് പിടിച്ചിട്ട് എഴുന്നേറ്റ് ടേബിൾ ലാമ്പ് സ്വിച്ച് ഓൺ ചെയ്ത് ഷെയ്ഡ് തിരിച്ചു വെച്ചു. ബെഡ്റൂം ലാമ്പ് കെടുത്തി കസേരയിൽ ചെന്ന് പിന്നോക്കം ചാരിയിരുന്നു. ജിം നടക്കുന്ന ശബ്ദം കേൾക്കാം. ജിമ്മും രാജിയും ജിമ്മും രണ്ടുപേരെയും മനസ്സുകൊണ്ട് അടുത്ത് നിർത്തി നോക്കി. ഇതേവരെ കാര്യമായിട്ട് എടുത്തില്ല. ഒരു തമാശ എന്ന് മാത്രം കരുതി. കാര്യമാണെങ്കിൽ തന്നെയും അതിലെന്താ എന്ന മനോഭാവമായിരുന്നു. മനസ്സിടിഞ്ഞിരിക്കുന്ന രാജിക്ക് അത് അനുഗ്രഹമാവാനും മതി. ശ്രീധരനും സുഭദ്രയമ്മയ്ക്കും അല്പം വിമ്മിഷ്ടം തോന്നുമായിരിക്കാം. അത്രത്തോളമൊക്കെ വളർന്നാൽ. അത് അപ്പോഴല്ല ഇപ്പോൾ തന്നെ. രാജിക്ക് അങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ അമ്മ തകരും എന്നിപ്പോൾ മനസ്സിലാക്കുന്നു. പുണ്യ തീക്കൊള്ളി ഏക്കുന്നത് പോലെ ആയിരിക്കും. ഒറ്റ നോട്ടത്തിൽ കുഴപ്പമില്ലെന്ന് തോന്നി ആദ്യം. ജിം യുവാവാണ്, സുന്ദരനാണ്, അമേരിക്കക്കാരനാണെന്നുള്ളത് ഇക്കാലത്ത് ഈ നാട്ടിൽ ആരും കണക്കിലെടുക്കില്ലതാനും എന്നൊക്കെ കരുതി. പക്ഷെ മറിച്ചുമാവാമല്ലോ. സരസ്വതിയമ്മ ശങ്കിക്കുന്ന പോലെ, അല്ലെങ്കിൽ പറഞ്ഞു ഫലിപ്പിച്ചതുപോലെ. പോക്ക് അപകടത്തിലേക്കായി കൂടുന്നില്ലല്ലോ. എങ്ങനെ ഉറപ്പിക്കാം? ജിമ്മിനെക്കുറിച്ച് സത്യത്തിൽ തനിക്ക് എന്തറിയാം? അറിഞ്ഞിടത്തോളം, അല്ലെങ്കിൽ അടുത്ത് പരിചയിച്ചിടത്തോളം നല്ലൊരു ചെറുപ്പക്കാരനാണ്. ശരി, പക്ഷേ മഞ്ഞിൻകട്ടയുടെ മേൽഭാവം മാത്രമാണല്ലോ താൻ കണ്ടിട്ടുള്ളത്. വെള്ളത്തിനിടയിൽ എന്താണുള്ളതെന്ന് ആർക്കറിയാം? പുറമേ ഉള്ളതും അത്ര ആകർഷകമൊന്നുമല്ല. പുത്തൻ അനുഭൂതികൾക്കു വേണ്ടി കഞ്ചാവ് വലിച്ച്, ലഹരി മരുന്ന് കഴിച്ച്, കടിഞ്ഞാണില്ലാത്ത ലൈംഗിക ജീവിതം നയിച്ച് തെണ്ടി നടക്കുന്ന അനേകായിരം ഹിപ്പികളിൽ ഒരാളാണ് ജിമ്മും എന്ന് വന്നൂടെ? അങ്ങനെയല്ല. യഥാർത്ഥമായ ഉത്കടമായ അന്ധപ്രചോദനം കൊണ്ട് സത്യമാരാഞ്ഞു നടക്കുന്ന പരിഭ്രാജകനാണെന്ന് വിചാരിക്കാനാണ് ഇതുവരെ ഇഷ്ടപ്പെട്ടത്. ഒരു പക്ഷേ അയാളുടെ ഗുരുവിളിയിൽ മയങ്ങി ദൗർബല്യങ്ങൾക്കെതിരെ കണ്ണടക്കിയാണ് താൻ ചെയ്തതെന്ന് വന്നുകൂടെ? ആവാം. വാസ്തവത്തിൽ ജിമ്മിനെക്കുറിച്ച് താൻ എപ്പോഴെങ്കിലും കാര്യമായി ചിന്തിച്ചിട്ടുണ്ടോ? ശ്രീധരൻ്റെ സുഹൃത്തിൻ്റെ മരുമകനായതുകൊണ്ട് കൂടുതൽ അടുത്ത് ഇടപഴകി. ഇവിടെ കയറി കിടക്കാൻ ഇടം കൊടുത്തു എന്നുള്ളതല്ലേ സത്യം. അതിൽ കൂടുതൽ ചുഴിഞ്ഞ് അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല, ആവശ്യവും തോന്നിയിരുന്നില്ല. അയാൾ തനിക്ക് ആരുമല്ല. ഇന്നലെ എങ്ങോ നിന്ന് വന്നു, നാളെ എങ്ങോട്ടൊന്നില്ലാതെ പോവുകയും ചെയ്യും. കേവലം ഒരു ഹിപ്പി. അതെ, എങ്കിലും കേട്ടറിഞ്ഞിട്ടുള്ള ഹിപ്പികളെ പോലെ അല്ല ജിം. കേട്ടറിഞ്ഞിട്ടുള്ളത് അറയ്ക്കുന്ന കഥകളാണ്. ഹിപ്പി എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരിക മാൻസൺ കുടുംബത്തെയാണ്. ഒരു സിനിമാ താരമടക്കം പലരെയും ബീഭത്സമായ രീതിയിൽ കൊല ചെയ്ത മാൻസൺ ഫാമിലി എന്ന ഹിപ്പി സംഘം. ക്രിസ്തുവിൻ്റെ മുഖഭാവം, ചെകുത്താൻ്റെ ഹൃദയവും, മയക്കുമരുന്നുകളുടെ ലഹരിയിൽ കാട്ടാളത്തം കാട്ടി നടക്കുന്നവർ.
എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. എന്നാലും ഏട്ടൻ്റെ അനിയൻ കോന്തക്കുറുപ്പ് തന്നെ. അല്പം ഏറ്റക്കുറച്ചിൽ കാണുമായിരിക്കാം. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ചാടിപ്പോകുന്ന പിള്ള. തത്വാന്വേഷണത്തിനുള്ള പ്രചോദനം കൊണ്ടൊന്നുമല്ല, താന്തോന്നിത്തത്തിനുള്ള ആഗ്രഹം മൂലം. തോന്നിയതുപോലെ നടക്കാം, കഞ്ചാവ് വലിക്കാം, SLD കഴിച്ചു മനോഹരമായ സ്വപ്നങ്ങൾ കാണാം, ഇഷ്ടം പോലെ ലൈംഗിക ബന്ധം പുലർത്താം. എന്തിനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ചുമതലകളൊന്നുമില്ലതാനും. പോരെങ്കിൽ ഇപ്പോഴത്തെ പരിഷ്കാരവുമാണ്. ഭൗതിക സുഖത്തിൽ ആകണ്ഠം മുഴുകിയ സമൂഹത്തിനെതിരെയുള്ള തിരിച്ചടിയാണ്, വിപ്ലവത്തിൻ്റെ നാന്ദിയാണ് എന്നെല്ലാം വ്യാഖ്യാനിച്ചു മാന്യത നൽകാൻ പണ്ഡിതന്മാരും കാണും. ചെറുപ്പക്കാരെ പ്രലോഭിപ്പിക്കാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? ആ പ്രലോഭനത്തിൽപ്പെട്ട് വീട് വിട്ടിറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ മാത്രമല്ലേ ജിമ്മും? ആവാം. അയാളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് തനിക്കുള്ള അറിവ് എത്രയോ തുച്ഛമാണ്. അറിയുന്നത് തന്നെ ഭയപ്പെടുത്തുന്നതാണ്. കഞ്ചാവിൻ്റെ ലഹരിയിൽ വിദ്യാഭ്യാസത്തോട് വിട പറഞ്ഞ് ജയിലിൽ പോയി. സാൻ ഫ്രാൻസിസ്കോയിലെ തെരുവുകളിൽ അലഞ്ഞു നടന്നു. എത്രയോ പെൺകിടാവുങ്ങളുമായി ബന്ധം പുലർത്തി. ഒരുവളെ കുറേ കാലം കൂടെ കൊണ്ടു നടന്നു. ഇനിയും എന്തൊക്കെയുണ്ടോ ആവോ. മനസ്സുപോലും ആരോഗ്യപരമായി ഭദ്രമാണെന്ന് വിശ്വസിച്ചുകൂടാ. മയക്കുമരുന്നുകൾ എന്തെല്ലാം തകരാറുകൾക്ക് കളമൊരുക്കിയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ കെടുതികൾ പ്രത്യക്ഷപ്പെടാതെ വയ്യ. പലരും ഭ്രാന്താലയത്തിൽ ചെന്ന് അടിഞ്ഞതിൻ്റെ റിപ്പോർട്ടുകൾ വായിച്ചിട്ടുണ്ട്. അത്രത്തോളം എത്തിയില്ലെങ്കിലും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുടെ പോക്ക് നാശത്തിലേക്കാണെന്ന് തീർച്ച. അലസത, അലംഭാവം, അശ്രദ്ധ, ഓർമ്മക്കുറവ്, കുഴമറി, സദാ മനോരാജ്യം, വൈകാരികമായ പരാധീനതകൾ, ചുമതലാബോധക്കുറവ്, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള പ്രവണത, എന്തും ചെയ്യാനുള്ള കൂസലില്ലായ്മ, നാണമില്ലായ്മ, മതിവിഭ്രാന്തികൾ, ഞരമ്പ് തളർച്ച, ക്രമേണ മനസ്സിൻ്റെ കുത്തഴിയൽ, തകർന്ന് തരിപ്പണമാവൽ, പേടിപ്പെടുത്തുന്ന ഫലങ്ങളാണ്. ജിമ്മിനും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കൂടായികയില്ല. ഇപ്പോഴും കഞ്ചാവ് വലിക്കുന്നുണ്ട്. താൻ അറിയുന്നില്ലെന്നാണ് വിചാരം. സുജാക്കിനും എന്തോ കൈയുണ്ടെന്ന് തോന്നുന്നു. അവനെ ഒന്ന് താക്കീത് ചെയ്യണം. അശോകനും കൂട്ടുണ്ട്. അധോഗതിയിലേക്കുള്ള പോക്കാണ്. ശീലിച്ചാൽ പെട്ടത് തന്നെ. ജിം ഏറെക്കാലമായി ശീലിക്കുന്നതാണ്. രക്ഷപ്പെടാൻ പ്രയാസമാണ്. കഞ്ചാവ് പോരെന്ന് വരുമ്പോൾ മറ്റു വലതിലേക്കും തിരിയും. ലഹരി തേടിയാണ് കിപ്പികൾ കിഴക്കൻ നാടുകളിലേക്ക് വരുന്നതെന്ന് ഇന്നാളെവിടെയോ വായിച്ചു. അക്കൂട്ടത്തിൽ വന്നതായിക്കൂടെ ജിമ്മും? തീർച്ചയായും ആവാം. തത്വചിന്തയും വേദാന്തവും പുറംപൂച്ചായിക്കൂടെന്നില്ല. പുതിയ ലഹരികൾ തേടി, പുതിയ അനുഭൂതികൾ തേടി ലക്ഷ്യമില്ലാതെ നടത്തുന്ന സാഹസിക യാത്ര. അത്രയല്ലേ അർത്ഥം കൽപ്പിക്കേണ്ടൂ? അങ്ങനെയുള്ള പുതിയ അനുഭൂതികളിൽ ഒന്ന് മാത്രമാണ് ജിമ്മിൻ്റെ നോട്ടത്തിൽ രാജ്യമെങ്കിലോ? ആയിക്കൂടുന്നില്ല. ശാലീനമായ സ്ത്രീത്വം കണി കാണാൻ കിട്ടാതായിരിക്കുന്നു അമേരിക്കയിലും മറ്റും. ആകൃതിയിലും പ്രകൃതിയിലും പുരുഷന്മാരെ തോൽപ്പിക്കുന്നവരാണ് അവിടുത്തെ പെണ്ണുങ്ങൾ. അതിനു പുറമേ വിമൻസ് ലിബും. അതിൽ നിന്നെല്ലാം എത്രയോ വ്യത്യസ്തരാണ് കിഴക്കൻ നാടുകളിലെ സ്ത്രീകൾ, വിശേഷിച്ചും ഇന്ത്യക്കാർ. ശൂർപ്പണകകളെ മാത്രം കണ്ടു പരിചയിച്ച കണ്ണുകൾക്ക് രാജിയെപ്പോലെയുള്ളവർ പനിനീർ ധാരയിലും കവിഞ്ഞ കുളിർമ നൽകുന്ന അനുഭൂതികളായിരിക്കും. ജിന്നും വിസ്കിയും കുടിച്ചു മരവിച്ച നാക്കുകൾ ശുദ്ധമായ ഇളനീർ വെള്ളത്തിൽ എന്തെന്ത് സായുജ്യങ്ങൾ കണ്ടെത്തില്ല. മതിമറന്നുപോവും. അതായിരുന്നിരിക്കും ജിമ്മിൻ്റെ പ്രതികരണം. സാൻ ഫ്രാൻസിസ്കോവിലെ കടലാസ് പൂക്കളുമായി ഇടപഴകിയ ജിമ്മിന് ഇത്തിരി വിടർന്ന താമരപ്പൂ പോലെയുള്ള രാജി നിലതെറ്റിക്കുന്ന അനുഭൂതി ആയിരുന്നിരിക്കും. ഒറ്റ നോട്ടത്തിലെ ലഹരി കയറിയിരിക്കും. എന്നാൽ ആ ലഹരി നീണ്ടു നിൽക്കുന്നതല്ല. പുതുമ നശിക്കുമ്പോൾ കൗതുകവും നശിക്കും. വീണ്ടും പുതിയ അനുഭൂതികൾക്ക് വേണ്ടി ദാഹിക്കും. അപ്പോൾ ഒരിക്കൽ പറ്റിയത് തന്നെ. രണ്ടാം മുണ്ടിൻ്റെ തുമ്പിൽ തെരിപ്പിടിച്ച് നിൽക്കുന്ന സുഭദ്രയമ്മ, മുഖത്ത് സദാ വിഷാദവും പേറിക്കൊണ്ട് നടക്കുന്ന രാജി, ചിരിക്കുമ്പോൾ പോലും മങ്ങാത്ത വിഷാദം കയംകെട്ടി നിൽക്കുന്ന കണ്ണുകൾ, വറ്റിച്ചാലും വറ്റാത്ത കൊക്കരണികൾ പോലെ. എത്ര കണ്ണീരായി ഒഴുകുന്നു. കൺമഷിയുടെ കറുപ്പേ കുതിർന്നിളകിപ്പോയിട്ടുള്ളൂ. ദുഃഖഭാവം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. രാവിലെ ബോട്ടിലിരുന്ന്, അല്ലെങ്കിൽ ഇന്ന് എന്തോ പന്തികേട് സംഭവിച്ചിട്ടുണ്ട്. പിക്നിക്കിനെന്ന് പറഞ്ഞു പോയിട്ട് ഉച്ചയ്ക്കേ മടങ്ങി. വൈകുന്നേരത്തെ തലവേദന. തന്നോട് എന്താ പറയാൻ ഭാവിച്ചത്? നാക്കത്ത് വന്ന് മറന്നുപോയത്രേ. എന്തായിരിക്കും പറയാൻ ഉദ്ദേശിച്ച് വേണ്ടെന്ന് വെച്ചത്? ജിമ്മിനെക്കുറിച്ച് വല്ലതും ചോദിക്കാനായിരിക്കുമോ? അല്ലെങ്കിൽ ശ്രീധരനോട് എന്തെങ്കിലും ശുപാർശ ചെയ്യാൻ? അതൊന്നും ആവില്ല. അത്രത്തോളം അടുപ്പമില്ലല്ലോ തന്നോട്.
ഭയപ്പെട്ട് അകന്നു നിൽക്കുന്നത് പോലെയാണ് പെരുമാറ്റം. ശ്രീമാമയോടുള്ള ഭയഭക്തി ബഹുമാനം തൻ്റെ നേർക്കും പ്രസരിക്കുകയാവാം. സ്വതേ തന്നെ ഭയപ്പെട്ട മട്ടാണ്. അനുഭവത്തിൽ നിന്നുള്ള ഭയം. ഇതൊക്കെ അനുഭവിക്കാൻ ആ പെൺകുട്ടി എന്ത് ദുരിതം ചെയ്തു? ജീപ്പിൻ്റെ വെളിച്ചത്തിൽ നിൽക്കുന്ന അവളുടെ രൂപം കൺമുമ്പിൽ ഉയരുന്നത് പോലെ തോന്നി. പണ്ടെന്നോ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. പണ്ടെന്നോ, കൊല്ലം എത്രയായിരിക്കും? 10, 12? ഏതോ ഹിന്ദുസ്ഥാനി പടം. ബീനയ്ക്ക് വേണ്ടി. ലുക്ക് ഹൗ ലവ്ലി ഷീസ്, നോട്ട് ഹാഫ് ലവ്ലി ആസ് യു ആർ. കൈത്തണ്ടയിലൊരു നുള്ള ആകെ പുളകമണിയുന്നു. സ്ക്രീനിൽ നിന്നും പ്രതിഫലിക്കുന്ന അരണ്ട വെളിച്ചത്തിൽ അവളൊരു ദേവതയെപ്പോലെ തോന്നിച്ചു. ദേവത, ബീന. എത്ര എളുപ്പത്തിലാണ് കണ്ണുകൾ വഞ്ചിക്കപ്പെട്ടത്. നിഴലും വസ്തുവും ഒന്നായി കണ്ടു. യൗവനം മയിൽപ്പീലി ചൂലു വീശി വിവേകത്തിൻ്റെ കണ്ണുകെട്ടി അഭിലാഷം തലതിരിപ്പിച്ചു. നോട്ടം വർണ്ണച്ചില്ലിലൂടെയായിത്തീർന്നു. അപ്പോൾ ഇല്ലാത്ത ശാലീനതയും കുലീനതയും അവളിൽ കണ്ടു. ശാലീനത, കുലീനത, യക്ഷിയിൽ ആരോപിച്ച ഗുണങ്ങൾ. യക്ഷി, അതെ യക്ഷി. ശാലീനത തൊട്ട് തെറിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. രാജിയെപ്പോലുള്ളവരോട് താരതമ്യപ്പെടുത്തിയാലേ അറിയൂ. താരതമ്യപ്പെടുത്തുകയോ? രാജിയുമായിട്ട്? എന്ത് താരതമ്യമാണ് അവർ തമ്മിലുള്ളത്? ബീന ചില്ലുപാത്രത്തിൽ അലങ്കരിച്ചു വെച്ച പ്ലാസ്റ്റിക് പൂക്കുലയായിരുന്നു. കൃത്രിമമായ വർണ്ണപ്പകിട്ടിൻ്റെ സന്തതി. രാജി അതല്ല. നിറഞ്ഞ ധനുമാസ നിലാവത്ത് അമ്പലക്കുളത്തിൽ വിടർന്നു നിൽക്കുന്ന ആമ്പൽപ്പൂവാണ്. മനോഹരമായ ആ കാഴ്ച കാണാൻ രാത്രി ആൽത്തറയിൽ ചെന്നിരിക്കാറുണ്ട്. സ്വപ്നാടകനെ പോലെ. നിഴലുകൾ മുങ്ങിക്കുളിക്കുന്ന വക്കിടിഞ്ഞ വിശാലമായ കുളം. കുളം നിറയെ ആമ്പൽ. സാമ്പ്രാണിപ്പുക പോലെ ചുരുളഴിയുന്ന ഇഴമഞ്ഞ്. മഞ്ഞത്ത് തൊഴുതു നിൽക്കുന്ന പൂക്കൈതകൾ. കായ്മടങ്ങിയ കതിരുകൾ തലചായ്ച്ചു നിൽക്കുന്ന പരന്ന പാടം. വരമ്പത്ത് മൂകമായ കാവൽപ്പാടം. അക്കരെ വെള്ളിപ്പൂക്കൾ ചൂടിയ തെങ്ങിൻ തോപ്പുകൾ. അവയുടെ പിറകിൽ ആകാശഗംഗയ്ക്ക് അണകെട്ടുന്ന നീലമലകൾ. നീന്താനിറങ്ങിയ അപ്സരസുകളുടെ ഉടയാടത്തുമ്പുകൾ പോലെയുള്ള നനുത്ത മേഘങ്ങൾ. നൂല് പൊട്ടിയ മാലയിൽ നിന്ന് ഉതിർന്നു വീണ നക്ഷത്രമുത്തുകൾ ചിതറിക്കിടക്കുന്ന ചക്രവാളത്തിൻ്റെ കൽപ്പടവുകൾ. പടവുകളിൽ തുളുമ്പുന്ന നീലജലം. ജലത്തിൽ വിടർന്നു നിൽക്കുന്ന അമ്പിളിപ്പൂവ്. കണ്ണടച്ച ആ രംഗം കുറെ കൂടി വ്യക്തമായി കാണാൻ ശ്രമിച്ചു. അവ്യക്തമായൊരു വെണ്മ മാത്രമേ കൺമുമ്പിൽ തെളിഞ്ഞുള്ളൂ. ക്രമേണ അത് ഉരുണ്ടുകൂടി. അവ്യക്തമായ അതേസമയം സുപരിചിതമായ രൂപം പൂണ്ടു. വിശുദ്ധി അഴകായി അവതരിക്കുന്നത് പോലെ. ഇതൾ വിടർത്തുന്ന ആമ്പൽപ്പൂവ്. പുഞ്ചിരി വിരിയുന്ന അതേസമയം ഹിമകടം പോലെ കണ്ണുനീർ തുള്ളികൾ അണിഞ്ഞ ഒരു മുഖം. അജ്ഞാതമായ എന്തിനോ വേണ്ടി അലഞ്ഞു നടന്നു പണ്ടെന്നോ തളർന്നു വീണ ആത്മാവ്. ഒടിഞ്ഞ ചിറകുകൾ വീണ്ടും നിവർത്തുന്നതായി തോന്നി. എവിടെയോ ഒരു നോവ് അനുഭവപ്പെട്ടു. ഉൾക്കൊണ്ടത് ഓടി അകന്നേക്കുമെന്ന് ഭയപ്പെട്ടിട്ടെന്ന പോലെ കണ്ണുകൾ ഇറുക്കി അടച്ചു. കൺപോളകളുടെ പിറകിൽ പതിയിരുന്ന ഇരുട്ട് ഒറ്റ ഊത്തിന് വെളിച്ചമണച്ചു കളഞ്ഞു. ഞെട്ടലോടെ കണ്ണു തുറന്നു. ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചം കുത്തിത്തറച്ചപ്പോൾ മുഖം തിരിച്ചു. ഉള്ളിലൊരു അസ്വസ്ഥത. കിതപ്പിൻ്റെ ലാഞ്ചനയുണ്ട്. എന്താണ് മനോരാജ്യം കണ്ടത്? പിടികിട്ടുന്നില്ല. ചെപ്പ് തുറന്നു വെച്ച പച്ചക്കർപ്പൂരം പോലെ എല്ലാം ആവിയായി പോയിരിക്കുന്നു. നേർത്ത സുഗന്ധം മാത്രമുണ്ട്. ഓ, എന്തെങ്കിലും ആവട്ടെ. നിവർന്നിരുന്ന് സമയം നോക്കി. 11:45. ശരി, കിടന്നുകളയാം. പ്രിയ വീണ്ടും മുഖം മൂടി പുതച്ചിരിക്കുന്നു. പൊടുന്നനെ എഴുന്നേറ്റ് ചെന്ന് പുതപ്പ് നീക്കി. അവളുടെ നെറ്റിൽ കൈവച്ച് നോക്കി. നല്ല ചൂട്. കവിളത്തും മാറത്തും കൈവച്ച് നോക്കി. ഉവ്വ്, കുട്ടിക്ക് നല്ല പനിയുണ്ട്. ഒരു പാനഡോൾ കൊടുക്കാം. എഴുന്നേറ്റ് അലമാരയുടെ സമീപത്തേക്ക് നടന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. വേഗം വരാം അടുത്ത അധ്യായവുമായി. കാത്തിരിക്കണേ.